എല്ലാവർക്കും നമസ്കാരം. 2026 വ്യാഴമാറ്റ ഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ വർഷത്തെ വ്യാഴമാറ്റത്തെ നമുക്ക് 2 ഘട്ടങ്ങളായി തിരിക്കാം. കാരണം 2026 ജൂൺ 2-ാം തീയതി വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് മാറുന്നുണ്ടെങ്കിലും അവിടെ അധികകാലം നിൽക്കാതെ അതിചാരമായി 2026 ഒക്ടോബർ 31-ന് ചിങ്ങം രാശിയിലേക്ക് മാറും. അതിനുശേഷം 2027 ജനുവരി 25-ന് വക്രഗതിയിൽ വീണ്ടും കർക്കിടക രാശിയിലേക്ക് തിരികെ വരികയും 2027 ജൂൺ 26 വരെ അവിടെ തുടരുകയും ചെയ്യും. വ്യാഴത്തിൻ്റെ ഈ വക്രഗതിയും ഉച്ചസ്ഥിതിയും അതിചാരവുമെല്ലാം പൂരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നാളുകൾ അടങ്ങിയിട്ടുള്ള മീനക്കുറുകാർക്ക് നൽകാൻ പോകുന്ന ഫലങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് ഏഴരശനിയുടെ ദുരിതങ്ങളിലൂടെ കടന്നുപോകുന്ന നിങ്ങൾക്ക് 5-ാം ഭാവത്തിലേക്ക് വരുന്ന ഉച്ചവ്യാഴം എത്ര വലിയ അനുഗ്രഹമായി മാറുമെന്നൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. മീനക്കുറുകാരെ സംബന്ധിച്ച് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾക്ക് വലിയൊരു ആശ്വാസം ലഭിക്കാൻ പോകുന്ന വർഷമാണിത്. വ്യാഴം നിങ്ങളുടെ 4-ാം ഭാവത്തിൽ സഞ്ചരിച്ചിരുന്നതിനാൽ കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങളും ജോലിസ്ഥലത്ത് സ്ഥാനചലനവും മാതാവിൻ്റെ ആരോഗ്യത്തിൽ ആശങ്കയും ഉണ്ടായി കാണും. വസ്തുസംബന്ധമായ തർക്കങ്ങൾ തുടങ്ങി പലവിധ ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന് കാണും. എന്നാൽ 2026 ജൂൺ 2-ാം തീയതി വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക്, അതായത് നിങ്ങളുടെ 5-ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ ഇതുവരെ അനുഭവിച്ചിരുന്ന പ്രതിസന്ധികളെല്ലാം മാറി വലിയ ഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരും. ബുദ്ധിശക്തിയും കാര്യഗ്രഹണശേഷിയും വർദ്ധിക്കും. സന്താനങ്ങൾ വഴി സന്തോഷം ലഭിക്കും. 2026 ഒക്ടോബർ 31-ാം തീയതി വ്യാഴം അതിചാരമായി നിങ്ങളുടെ 6-ാം ഭാവമായ ചിങ്ങം രാശിയിലേക്ക് മാറുന്നതോടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ സംഭവിക്കും. സാമ്പത്തിക ബാധ്യതകൾ വർദ്ധിക്കാനോ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരാനോ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് 5-ാം ഭാവത്തിലെ ഉച്ചവ്യാഴം വലിയ അനുഗ്രഹമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് അല്പം അകലെയാണെങ്കിലും മികച്ച ശമ്പളമുള്ള ജോലി ലഭിക്കും. തൊഴിൽ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങളുണ്ടാകും. മേലധികാരികളിൽ നിന്നും വലിയ പിന്തുണ ലഭിക്കും. എഡ്യൂക്കേഷൻ, ഫിനാൻസ്, ക്രിയേറ്റീവ് ഫീൽഡ്സ് എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ വലിയ സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും. വിവാഹപ്രായമായവർക്ക് നല്ല വിവാഹാലോചനകൾ വരികയും വിവാഹം മംഗളകരമായി നടക്കുകയും ചെയ്യും. വ്യാഴദൃഷ്ടി മൂലം പല അനുകൂല ഫലങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും. കരിയറിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകുകയും ജോലിയിൽ പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും ചെയ്യും. കൂടാതെ വിദേശ യാത്രകൾക്കും വലിയ സാമ്പത്തിക നിക്ഷേപങ്ങൾക്കും അവസരം ലഭിക്കും. കുടുംബത്തിൽ സാമ്പത്തിക ഭദ്രത നിലനിർത്താനും വ്യാഴദൃഷ്ടി സഹായിക്കും. 2027 ജനുവരി അവസാനം മുതൽ വ്യാഴം വക്രഗതിയിൽ വീണ്ടും 5-ാം ഭാവത്തിലേക്ക് തിരികെ പോകുന്നതിനാൽ മുടങ്ങിപ്പോയിരുന്ന പല കാര്യങ്ങളും വീണ്ടും നടപ്പിലാക്കാൻ സാധിക്കും. പിന്നീട് വ്യാഴം പൂർണ്ണമായും 6-ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ ശത്രുക്കളെ പരാജയപ്പെടുത്താനും സാധിക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, മീനക്കുറുകാർക്ക് ഇപ്പോൾ ഏഴരശനിയുടെ കാലമാണ്. അതിനൊപ്പം വ്യാഴം 6-ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ ആരോഗ്യപരമായ കാര്യങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലും അതീവ ജാഗ്രത ആവശ്യമാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ വരാൻ പോകുന്ന വ്യാഴമാറ്റത്തിനു ശേഷം മീനക്കുറുകാർക്ക് മികച്ച സാമ്പത്തിക പുരോഗതിയും സന്താന സൗഖ്യവും വലിയ ഭാഗ്യാനുഭവങ്ങളും ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മീനക്കുറി ജനിച്ചവരുടെ വ്യാഴമാറ്റ ഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.